Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Good afternoon, ma'am. Yeah, Nida, how are you all? Sugana. Hi, Sugana. Hi, Ara. Hi. Hello. പേരെന്താണ്? Hi. എന്തോ? എന്റെ മോള് സ്കൂളിൽ പോണ്ടായിരുന്നു, അവധിയായിരുന്നു, ക്ലാസ് ഇല്ല, നാളെ വീട്ടിലുണ്ട്. അതെ, ഇന്ന് ഓഫ് ആണല്ലോ. എല്ലാ അമ്മമാരെ തിരക്കിലാണ്. ക്ലാസ്സിൽ പൊതുവെ സ്ട്രെങ്ത്തും കുറവാണ് അതുകൊണ്ട്. Hi, good afternoon. Good afternoon. കൃഷ്ണ നാടൻ വരുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം മാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? ക്ലാസ്സൊക്കെ ആണോ? ഓ, നെക്സ്റ്റ് നഷ്ലിംസിന്റെ ക്ലാസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആരെങ്കിലും ചോദിയ പറഞ്ഞു ചെറുതായിട്ടെങ്കിലും പറഞ്ഞില്ലേ? തോന്നി എനിക്ക്. ഓക്കെ, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഐ നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് ചെറുതായിട്ട് ചുമയുണ്ട്, ബ്രേക്ക് ഓഫ് ആണ്. പെട്ടെന്ന് ചുമ വരും, അറിയാലോ. അപ്പൊ ഇടയ്ക്ക് ക്യാമറ ഒക്കെ ഓഫ് ആകും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യും. വെയില് നിറച്ച് വറ്റാണ്. കൊട്ടിക്ക ഇങ്ങോട്ട് പോന്ന്, നമുക്ക് കൊട്ടിത്തരാം. ഇവിടെ ഇറങ്ങ്. ഓൺമിട്ട് കൊടുക്കാണേ. ഓൺമിട്ട് കൊടുത്തിട്ടോ. ഓക്കെ, അപ്പോ നമ്മള് കണ്ടിന്യൂ ചെയ്യാണ്. മോഡ്യൂൾ 2 ചാപ്റ്റർ ഏതാണ്? യൂണിറ്റ് 13 സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. മോഡ്യൂൾ 2 യൂണിറ്റ് 13 സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോർഷൻസ് എല്ലാം നോക്കിയായിരുന്നോ? മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? വായിച്ചു നോക്കിയോ എല്ലാവരും? ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് എപ്പോഴും വായിച്ചു നോക്കാം കേട്ടോ. ടെക്സ്റ്റുമായിട്ടൊരു കണക്ഷൻ വേണം. ഓക്കെ, ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എത്ര തരം സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജിനെ കുറിച്ചിട്ടാണ്. First spillage waste we discussed in previous class. Okay, then we moving on. The next spillage waste is the mercury spillage waste management. Okay, clear? Still clear ആണല്ലോ? Visible ആണല്ലോ? Okay. Yeah. Start ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാം. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാണ്ട് എല്ലാവരും ഇതിനിടയിൽ വേറെ എങ്ങോട്ടും പോകരുത്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് നോക്കാം കേട്ടോ. മെർക്കുറി leakage can be dangerous to human health and the environment, and actual management is what. അപ്പൊ മെർക്കുറി എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. നമ്മുടെ എവിടെയൊക്കെയാണ് മെർക്കുറി നമ്മൾ എവിടെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുക? യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് അല്ലേ? ഇപ്പോ പറയുന്ന തെർമോമീറ്റേഴ്സിലൊക്കെ മെർക്കുറീസ് ആണ്. നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യുന്ന കണ്ടില്ലേ? ആ ഒരു ബുക്ക് ഇത്രയാണ് പ്രഷർ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ അല്ലെ? അതിലെ മെർക്കുറീസ് ആണ്. സോ അപ്പൊ അങ്ങനെ ഒരുപാട് എക്യുപ്മെന്റ്സിലും അല്ലാതെയും നമ്മുടെ മെർക്കുറീസ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലായിടത്തും എന്താണ് മെർക്കുറീസ് കാണാൻ പറ്റും. സോ ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണവശാൽ മെർക്കുറീസ് അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും പറ്റി താഴെ വീഴാണെന്നുണ്ടെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് വേസ്റ്റ് ആണ്, കൈൻഡ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. സോ ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് വേസ്റ്റ് അല്ലെ? എല്ലാ വേസ്റ്റിനെ പോലെ എല്ലാവരും ഡേഞ്ചറസ് ആണ്. സോ മെർക്കുറി ഈസ് ഓൾസോ ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത്.
ഓക്കെ, മെർക്കുറിയും നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിൽ അത്യാവശ്യം അപകടകാരിയാണ് എന്ന് പറയാം. ഹ്യൂമൻ ഹെൽത്തിൽ മാത്രമല്ല നമ്മുടെ എൻവയോൺമെന്റിലും കൈൻഡ് ഓഫ് ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ് വേസ്റ്റ് ആണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ മാനേജ്മെന്റ്, ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മീൻസ് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റൽ മീൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ് ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ. ആക്ച്വലി അത് മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. Then the second one എന്താണ് second point is evict the area. If the spill is important, evict the area and call emergency service. നമുക്ക് ഈ സ്കിൽ ഇപ്പൊ മെർക്കുറി താഴെ വീണെന്ന് വിചാരിക്കും, നമുക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കാലോ, നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. സോ അങ്ങനെ വീണ് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള എല്ലാവരെയും നമ്മൾ ഒഴിവാക്കുക, അവിടെ നിന്ന് മാറ്റാം, ഏരിയയിലേക്ക് ആരും കടക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് എമർജൻസി സർവീസിന് വിളിക്കാവുന്നതാണ്. സോ ആ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് എമർജൻസി സർവീസിനെ കോൺടാക്ട് ചെയ്യാവുന്ന, കോൾ ചെയ്യാവുന്നതാണ്. സോ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ മെർക്കുറീസ് അങ്ങനെ താഴെ വീഴുകയാണെങ്കിൽ തന്നെ, താഴെ ഉണ്ടെങ്കിൽ തന്നെ ആ ഏരിയയിൽ നിന്നുള്ള എല്ലാവരെയും മാറ്റാറുണ്ട്. ഓക്കെ, just wait a second. ഓക്കെ, ഇടക്കിടക്ക് ചുമ വരും കേട്ടോ, അതുകൊണ്ടാണ്. സോ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് വായിച്ചു പോകുമ്പോൾ കുറച്ച് ഡ്രൈ ആവും, അങ്ങനെയാണ് ചുമ വരുന്നത് കേട്ടോ, സോറി. നെക്സ്റ്റ്, ടേക്ക് അവേ ജ്വല്ലറി. Take away all jewelry from hands and wrist so that the mercury cannot commune with the valuable metals. നമ്മുടെ valuable metals ആയിട്ട് കമ്മീൻ ചെയ്യാൻ പാടില്ല മെർക്കുറീസ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്വല്ലറീസ് എല്ലാം മാറ്റി വെക്കാം. അഥവാ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, അഥവാ കോണ്ടാക്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ജ്വല്ലറീസ് നമ്മൾ ഒഴിവാക്കാം, ഊരിവെക്കാം. ഓക്കെ, അങ്ങനെ മെർക്കുറീസ് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ ജ്വല്ലറീസ് അല്ലെങ്കിൽ വാല്യുബിൾ മെറ്റൽസ് ഒന്നും കമ്മീൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ജ്വല്ലറീസും നമ്മൾ മാറ്റി വെക്കാം, ടേക്ക് അവേ ചെയ്യാം. ദെൻ നമ്മളിത് ക്ലീൻ ചെയ്യണമല്ലോ അല്ലെ. അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Personnel should use suitable personal protective equipment, means PPE, such as gloves, goggles, and respirators before going to the spill to avoid the connection with the mercury and prevent inhalation of mercury vapors. അതായത് നമ്മുടെ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യണമെങ്കിൽ ഏത് സ്പില്ലേജ് വേസ്റ്റ് ആയിക്കോട്ടെ, ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ PPE കിറ്റ് എന്താണ് നമ്മൾ വേറെ ചെയ്യണം, മസ്റ്റ് ആണ്. അതിപ്പോ ഏത് സ്പില്ലേജ് വേസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ PPE കിറ്റ് യൂസ് ചെയ്ത് മാത്രമാണ് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ PPE കിറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? എല്ലാം സെയിം തന്നെയാണ്. ഇതാവും ഗ്ലൗസ് ഉണ്ട്, ഗോഗിൾസ് മീൻസ് കണ്ണടയാണ്ടാവും, സ്പെക്സ് ആണ്, കണ്ണടയാണ് ഗോഗിൾസ്. ഓക്കെ, ആൻഡ് റെസ്പിറേറ്ററീസ്. റെസ്പിറേറ്റേഴ്സ് മീൻസ് മാസ്ക് ആണ്. ഓക്കെ, അത് ശ്വസന ഉപകരണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് റെസ്പിറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മാസ്ക് ആണ്, കൈൻഡ് ഓഫ് മാസ്ക്, ഷീൽഡ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതെല്ലാം മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ വെയർ ചെയ്തിട്ട് വേണം ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റും ക്ലീൻ ചെയ്യും. അതായത് ആ ഒരു കോണ്ടാക്ട് വരണമല്ലോ അല്ലെ, നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മെർക്കുറിയുടെ കോണ്ടാക്ട് വരും. സോ കോണ്ടാക്ട് വന്നതിന് മുന്നേ അല്ലെ, അവരുടെ കണക്ഷൻ വിത്ത് ദ മെർക്കുറി before going to spill, we must use the PPE kit, must wear the PPE kit. So അതുകൊണ്ട് നമുക്ക് എന്താ, ആ ഒരു ഡയറക്റ്റ്ലി കോണ്ടാക്ട് ഒഴിവാക്കണം അല്ലെ. അതും എന്താണ്, നമുക്ക് ഹ്യൂമൻ ബോഡിയിലെ ഹ്യൂമൻ ഹെൽത്തിന് ഹാർംഫുൾ ആണ്. പിന്നെ എന്താണ്, പ്രിവെന്റ് ഇൻഹലേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. മെർക്കുറി വേപ്പേഴ്സ് നമുക്ക് ശ്വസിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അതും പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, കോണ്ടാക്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ആ ഒരു വേപ്പേഴ്സ് നീരാവി എന്നാണ്. വേപ്പേഴ്സ് മീൻസ് നീരാവിയാണ്. അപ്പൊ ആ നീരാവി ശ്വസിക്കാതിരിക്കാനാണ് നമ്മൾ ഈ പറയുന്ന മാസ്ക് ആണെങ്കിൽ റെസ്പിറേറ്റേഴ്സ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെല്ലാ എക്യുപ്മെന്റ്സും ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വേറെ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന മെർക്കുറി അല്ലെങ്കിൽ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, contain the spill.
Using mercury spill kits or absorbent material like absorbent pads to contain the spillage and prevent it from spreading. Put the materials in a labeled hazardous waste bag or container for discarding. If it is smaller spillage, sip with a needle-less syringe without needle and then dispatch for recycling. എങ്ങനെയത് കണ്ടെയ്ൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യണമല്ലോ. സോ എങ്ങനെ, ഹൗ ക്യാൻ ബി ഡിസ്പോസ് വേസ്റ്റ്, മെർക്കുറി വേസ്റ്റ്? എന്താ ചെയ്യണ്ടേ? ഒന്നെങ്കിൽ അബ്സോർബൻസ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്കത് അബ്സോർബ് ചെയ്തെടുക്കാം. അബ്സോർബൻറ്റ് ബാഗ്സോ അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് പറയുന്ന സ്പിൽ കിറ്റ്സ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ അബ്സോർബൻറ്റ് ബാഗ്സ് യൂസ് ചെയ്തോ നമുക്ക് ഈ സ്പില്ലേജ് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും. Prevent it from spreading, അല്ലെ. പകരം അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ സ്പില്ലേജ് വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നത്. സോ നമുക്ക് ഈ പറയുന്ന അബ്സോർബന്റ് മെറ്റീരിയൽസ് വെച്ചിട്ടോ അതർ മെർക്കുറി സ്പിൽ കിറ്റ് വെച്ചിട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന ഹസാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലഡ് അല്ലെ, ബ്ലഡ് ആണ് ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട ഏത് കണ്ടെയ്നറിലാണ്? ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്ന ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ് അല്ലെങ്കിൽ ബാഗ്സിലാണ് ഈ പറയുന്ന ബ്ലഡും ഫ്ലൂയിഡും ഡിസ്പോസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. മെർക്കുറി ആണെങ്കിലും ഈ പറയുന്ന അങ്ങനെ കൈൻഡ് ഓഫ് ഹസാർഡ്സ് എന്ന് പറയുന്ന ലേബൽ ചെയ്തിരിക്കുന്ന ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഒരുപാട് മെർക്കുറീസ് ആണെങ്കിലാണ് നമുക്ക് ഇപ്പൊ താഴെ ഇടുന്നത് ഒരുപാട് ലോട്ട്സ് ഓഫ് മെർക്കുറീസ് ആണ് അല്ലെ. ഒരുപാട് മെർക്കുറി താഴെ ഇടണമെങ്കിൽ നമുക്ക് അബ്സോർബന്റ് പാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് എമൗണ്ട് ആണ്, സ്മോൾ എമൗണ്ട്സ് ആണ് സ്പില്ലേജ് വേസ്റ്റ് എങ്കിൽ, മെയിൻ മെർക്കുറി എങ്കിൽ നമുക്ക് ഈ പറയുന്ന സിറിഞ്ച് ഉണ്ടല്ലോ അല്ലെ, സൂചി ഇല്ലാത്ത സിറിഞ്ച്, നീഡിലില്ലാത്ത സിറിഞ്ച് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് അത് വലിച്ച് അബ്സോർബ് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്മോൾ സ്പില്ലേജ് സിപ്പ് വിത്ത് സിപ്പ് ചെയ്യുക, വലിച്ചെടുക്കാം. സിപ്പ് വിത്ത് നീഡിലെസ് സിറിഞ്ച് വിത്തൗട്ട് നീഡിൽ ഇല്ലാത്ത സിറിഞ്ച് വെച്ച് നമുക്ക് സിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കത് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ എടുത്ത് നമുക്ക് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ രീതി ഈ തരത്തിലാണ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, സ്പില്ലേജ് വേസ്റ്റ് കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്ലീൻ ദ സ്പിൽ. Use a mercury spill kit or other to the manufacturer's directive for the exact use of absorbent materials to clean up the spill. ഇപ്പോ ക്ലീൻ ചെയ്യാം, അങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നിനെ മെർക്കുറി സ്പിൽ കിറ്റ് വെച്ച് ക്ലീൻ ചെയ്യാം. ഇപ്പോ ഏതോ മീൻസ് നമുക്ക് പാലിക്കുക എന്നാണല്ലോ. ഏതോ മീൻ പാലിക്കുക എന്നാണ്. അപ്പോ സ്പിൽ കിറ്റ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഏരിയ ക്ലീൻ ചെയ്യാവുന്നതാണ്. അല്ലാതെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും? അല്ല, അങ്ങനെ ക്ലീൻ ചെയ്യാൻ മതി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുക എന്തെങ്കിലും മെറ്റീരിയൽസ്, അബ്സോർബന്റ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ കെമിക്കൽസോ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുക. സോ അങ്ങനെ കെമിക്കൽസ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ആ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് അല്ലെ, ആ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ്, ആ പ്രൊഡക്റ്റിന്റെ ഓരോ ഡയറക്റ്റീവ്സ് ഉണ്ട്. മീൻസ് അതിലിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസും അല്ലെ, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ട് വേണം മാത്രമാണ് നമ്മൾ പറയുന്ന ഏരിയ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് adheres to the manufacturer's directives for the exact use of absorbent materials to clean up the spill. ആ പറയുന്ന പ്രൊഡക്റ്റ് പറയുന്ന രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ പറയുന്ന പൊളിറ്റിക്കൽ എക്സാക്ട്ലി എങ്ങനെ അത് യൂസ് ചെയ്യണം ഓക്കെ എന്നതിനെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ മെറ്റീരിയൽസ് വെച്ചിട്ട് ഈ പറയുന്ന ഏരിയ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. Be cautious not to spread the mercury during cleanup. നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കുക, കാരണം നമ്മൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മെർക്കുറി സ്പ്രെഡ് ചെയ്യാൻ പാടില്ല, സ്പ്രെഡ് ആക്കാൻ പാടില്ല. സോ അത്തരത്തിൽ നമുക്ക് കുറച്ച് കെയർഫുൾ ആയിരിക്കുക, കുറച്ച് കോൺഷ്യസ് ആയിരിക്കുക. Some hospitals follow all the mercury still surface decontaminated with a 10% sodium thiosulfate solution. അതായത് ചില ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന സർഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന സോഡിയം തിയോസൾഫേറ്റ് സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ
ക്ലീൻ ചെയ്യാറുണ്ട്. അത് 10% സോഡിയം പെരോക്സൈഡ് സൾഫേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുക. സൊല്യൂഷൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. ചില ഹോസ്പിറ്റൽസിൽ മാത്രമാണ് കേട്ടോ ആ പറയുന്ന സ്പില്ലിന്റെ സർഫേസ് അല്ലെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് ഈ പറയുന്ന കെമിക്കൽ സൊല്യൂഷൻ വെച്ചിട്ടാണ്. Leave a window open to area after the cleanup. ഏരിയ എന്നാണ് കേട്ടോ അവിടെ ഏരിയ ആഫ്റ്റർ ദ ക്ലീനപ്പ്. അതായത് ക്ലീൻ ചെയ്തതിനു ശേഷം വിൻഡോ തന്നെ ഓപ്പൺ ചെയ്യുക. After making sure that all the mercury has been removed, continue normal vacuuming and use clean area for customary operations. അതായത് അതായത് അത് ക്ലീൻ ചെയ്തതിനു ശേഷം വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്തിടുക. അതുപോലെ തന്നെ നമ്മൾ മെഷൂർ ചെയ്യുക. കാരണം മെർക്കുറി കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് മെഷൂർ ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുക. നോർമൽ വാക്യം ഒന്നുകൂടെ നമ്മൾ ക്ലീൻ ചെയ്യുക, വാക്യം ചെയ്യുക, അതുപോലെ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുക. മെഷൂർ ചെയ്യുക മീൻസ് ഉറപ്പുവരുത്തുക. പറയുന്ന മെർക്കുറി അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും അത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഒന്നുകൂടെ അല്ലെ ഒന്നുകൂടെ നമുക്ക് ഒന്നുകൂടെ അത് ക്ലീൻ ചെയ്യാം, വൈക്യൂം ചെയ്യാം. അതുപോലെ നമുക്ക് വേറെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ഏരിയസും ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മുടെ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്യുക. ഓക്കെ, then dispose of waste. Waste dispose ചെയ്യണം അല്ലെ. All materials that come into contact with the mercury should be discarded as dangerous waste in labeled bags or containers, either to local, state, and federal regulations for the disposal of dangerous waste. അതായത് ഈ മെർക്കുറിയുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡേഞ്ചറസ് എന്ന ലേബിളിൽ എത്തിക്കുന്ന വേസ്റ്റ് ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അതും ഈ പറയുന്ന ലോക്കൽ റെഗുലേഷൻസ്, സ്റ്റേറ്റ് റെഗുലേഷൻ അല്ലെങ്കിൽ ഫെഡറൽ റെഗുലേഷൻസിനെ ഫോളോ ചെയ്ത് ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, റിപ്പോർട്ട് ദി സ്പിൽ. Spill should be reported to the concerned staff for documentation and investigation. അതായത് നമ്മൾ ഈ പറയുന്ന സ്പില്ല് ഡിസ്പോസ് ചെയ്തതിനു ശേഷം ആ സ്റ്റാഫിനാണ് അല്ലെ കൺസേൺഡ് സ്റ്റാഫ് അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫ്സിനെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യും. ഫോർ എന്തിനു വേണ്ടിയാണ്? ഡോക്യുമെന്റേഷനും ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. അതായത് അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള കൺസേൺഡ് സ്റ്റാഫിനോട് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഷുഡ് ബി റിപ്പോർട്ടഡ്. After the disposal of the spillage waste, we must report to the concerned staff for documentation and investigation. So it's clear for you. The mercury spillage waste management is clear. Do you have any doubts? Okay, അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാ സ്പില്ലേജ് വേസ്റ്റും കൈൻഡ് ഓഫ് സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ ഇപ്പൊ നേരത്തെ നമ്മൾ സ്പില്ലേജ് ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ മെർക്കുറി ആയിക്കോട്ടെ ഏകദേശം രണ്ടും സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് അല്ലെ. ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്പില്ലേജ് വേസ്റ്റും സെയിം തന്നെയാണ്. അതുകൊണ്ട് ഓരോന്നിനും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തേക്ക് പറയാം കേട്ടോ. അതായത് കണ്ടിന്യൂ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ എടുത്ത മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
Okay, is it finished? I say no. Okay, clear? Doubts and comments ലായോ? Simple അല്ലേ? അല്ലേ? ഭയങ്കര സിമ്പിൾ ആണ് ചാപ്റ്റർ കേട്ടോ. പഠിച്ചതിനെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ one on the next. Waste management is the third one is sharp spillage waste management. Okay, sharp spillage waste, which consists of needles, scalpels, and other sharp medical tools, can cause injury and infection to healthcare workers and others who may come into contact with it. Here are some steps for managing sharp spillage waste. Okay, എന്താണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്? അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയ കുറച്ച് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? ഷാർപ്സ് മീൻസ് മൂർച്ചയേറിയ വസ്തുക്കളാണ് അല്ലെ, മൂർച്ചയുള്ള എക്യുപ്മെന്റ്സ് ആണ് അല്ലെ, which is needles, scalpels, and other sharp medical tools. മൂർച്ചയേറിയതുമായ എല്ലാ കൈൻഡ് ഓഫ് എക്യുപ്മെന്റ്സിനെയും നമ്മൾ ഷാർപ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അതിപ്പോ നീഡിൽസ് ആയിക്കോട്ടെ, സൂചി ആയിക്കോട്ടെ. സ്കാൽപ്പൽസ് മീൻസ് എന്താ? സ്കാൽപ്പൽസ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് നൈഫ്, ഷാർപ്പ് നൈഫ്. നമ്മള് കണ്ടുണ്ടാക്കും, നമ്മുടെ സർജറീസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെ, അത് കത്തിയല്ല, നമ്മുടെ നൈഫ് ആണ്. അതിന് പറയുന്ന ഒരു മെഡിക്കൽ നെയിം ആണ് എന്താ? സ്കാൽപ്പൽസ് എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് നൈഫ് ആണ് വിത്ത് ഷാർപ്പ്. ഓക്കെ, കണ്ടിട്ടുണ്ടാവുമല്ലോ, മനസ്സിലായാലും ഞാൻ പറഞ്ഞ എന്താണെന്ന്. ഡോക്ടേഴ്സ് സർജറി സമയത്ത് യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് നൈഫിനെയാണ് സ്കാൽപ്പൽസ് എന്ന് പറയുന്നത് കേട്ടോ. And the other sharp medical tools. The other medical tools are virtual other medical tools. ഈ പറയുന്ന ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സോ ഈ പറയുന്ന വേസ്റ്റിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൂടെ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാം. ഇഞ്ചുറീസിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിക്കോട്ടെ, അതർ വർക്കേഴ്സ് ആയിക്കോട്ടെ, അത് പറയുന്ന വേസ്റ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന വർക്കേഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ, സോ അവരിത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ പറയുന്ന വേസ്റ്റ് നല്ല ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിലൂടെ നമുക്ക് ഇഞ്ചുറീസ് വരാനും ഇഞ്ചുറീസിലൂടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബി കെയർഫുൾ വിത്ത് ദ യൂസ് ഓഫ് dispose of sharp spillage waste. Okay, and here are some steps. So the first is use safety protective equipment. Same then ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത്രയേ ഉള്ളൂ. Before approaching the spill, personnel should wear suitable personal protective equipment that includes gloves and puncture-resistant containers to avoid contact with the waste and avoid injury. അത് ക്ലീൻ ചെയ്യുന്ന മുന്നായിട്ട് നമ്മൾ PPE കിറ്റ് ധരിക്കുക, അതുമായി ഇപ്പോ ഗ്ലൗസ് ഇടാം, അതുപോലെ പങ്ക്ചർ മുറിവുണ്ടാകാൻ ചാൻസ് ഉള്ള കണ്ടെയ്നേഴ്സ് ആണെങ്കിലും അതിന്റെ എക്യുപ്മെന്റ്സ് ആണെങ്കിലും എന്താ use here, so we must prevent the injuries or punctures. Okay, to avoid contact with the waste and avoid injury prevent ചെയ്യാൻ ഉള്ള തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മള് വെയർ ചെയ്യാം. അതിപ്പോ ആരാണ് അവിടെ വർക്കേഴ്സ് ആയിരിക്കും. പേഴ്സണൽ മീൻസ് സ്റ്റാഫ്സ് ആണ്, വർക്കേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ പറയുന്ന അതുമായി കൈകാര്യം ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സ് പറയുന്ന PPE മസ്റ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യേണ്ടതാണ്. അത് ഏത് സ്പില്ലേജ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും PPE ധരിക്കും. ഓക്കെ, then container spill. Use a puncture-resistant container to pick up carefully any shards and put them in a level biohazard bag or container for discarding. അതിനെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ കണ്ടെയ്ൻ ചെയ്യണ്ടേ? പറയുന്ന ഷാർട്സ് കെയർഫുൾ ആയിട്ട് പിക്കപ്പ് ചെയ്യുക, പറയുന്ന കണ്ടെയ്നർ ഡിസ്പോസ് ചെയ്യുക. എങ്ങനെയാണ്? ബയോഹസാർഡ് എന്ന ലേബലിരിക്കുന്ന ബാഗിലോ കണ്ടെയ്നറിലോ നമ്മൾ ഡിസ്പോസ് ചെയ്യും. Then clear up the spill. Use a disinfectant solution to clean the affected area completely. Stick to the manufacturer directive for the active concentration and the contact time of the disinfectant. അതായത് ആ പർട്ടിക്കുലർ ഏരിയ
ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ആ യൂസ് ചെയ്യുന്ന പറയുന്ന സൊല്യൂഷൻ അതായത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷനിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും, മാനുഫാക്ചേഴ്സിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഇൻസ്ട്രക്ഷനെ നമുക്ക് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം പറയുന്ന എന്ത് തരം മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ക്ലീൻ യൂസ് ചെയ്യുന്ന എന്ത് തരം മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് മാത്രം അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ആ മെറ്റീരിയൽ യൂസ് ചെയ്യുക, ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക. ഓക്കെ, then അതന്നെ കോണ്ടാക്ട് ടൈം ഓഫ് ദ, എത്ര നേരം നമുക്ക് അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, എത്ര നേരം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും. സോ കൈൻഡ് ഓഫ് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഏതൊരു പ്രൊഡക്റ്റിലാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ. സോ ആ ഇൻസ്ട്രക്ഷൻസ് തന്നെ പാലിച്ചുകൊണ്ട് തന്നെ പറയുന്ന സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക, ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. Then getting rid of waste. All materials that come into contact with sharps should be got rid of as dangerous waste in the biohazard bags or containers. അതായത് നമ്മുടെ കണ്ണില് നമ്മ വേസ്റ്റ് കറക്റ്റ്ലി അത് ഡിസ്പോസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയിട്ട് വരില്ല. മേ ബി ഹോസ്പിറ്റൽസിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഷാർപ്സ് സ്പീഡിൽ വേസ്റ്റ് കാണുകയാണെങ്കിൽ അല്ലെ, മെറ്റീരിയൽസ് കം ഇൻ ടു കോണ്ടാക്ട് കാണുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതുമായി കോണ്ടാക്ട് ചെയ്യപ്പെടുന്ന, അതായത് അതുമായി എന്തെങ്കിലും ടച്ചസ് പോലെ വരുന്നുണ്ടെങ്കിൽ പറയുന്ന എല്ലാ മെറ്റീരിയൽസും ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അതും ഡേഞ്ചറസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബയോഹസാർഡ് എന്ന് പറയുന്ന ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലോ അതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. Report the spill. Spill should be detailed to the relevant staff personnel for documentation and investigation. Same process. Discuss the mercury spillage is the same process. We follow the sharps spillage waste. Okay, അതായത് എല്ലാ സ്പില്ലേജ് വേസ്റ്റിന്റെയും പ്രൊസീജിയേഴ്സും നമ്മൾ പഠിക്കുന്ന സ്റ്റെപ്സും എല്ലാം സെയിം ആണ്. ക്ലിയർ? ഇതും ക്ലിയർ ആണോ? മനസ്സിലായോ? സെയിം ആണല്ലേ, എത്രയേ ഉള്ളൂ. എല്ലാ സ്പില്ലേജ് വേസ്റ്റിന്റെ സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെയാണ്, ഈക്വലി സെയിം. ഓക്കെ, അതുകൊണ്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ പറയുന്ന ഷാപ്സും കൂടെ ഒന്ന് വായിച്ചു നോക്കാം, അതിനുശേഷം നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ,
Okay, completed? Clear ആണോ? മനസ്സിലായോ? Doubts ഉണ്ടോ? Yeah, clear. Okay. And the next one is chemicals pH-based management. Evaluate the state soon like minor or major spill. Chemicals pH-based കാര്യത്തിൽ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇവാലുവേറ്റ് ചെയ്യുക. അത് മൈനർ ആണോ മേജർ ആണോ? പക്ഷെ ഡേഞ്ചറസ് ആണോ അല്ലെ? അത്യാവശ്യം ഡേഞ്ചറസ് ആണോ അല്ലെങ്കിൽ ചെറിയൊരു റേഷ്യോ ആണോ എന്ന് evaluate ചെയ്യാം. And the second one is evict the area. If the spill is important, evict the area and call emergency services. The spill important ആണെങ്കിൽ ഏരിയയുടെ എല്ലാവരെയും നമ്മൾ evict ചെയ്യുക, then call emergency services. Wear protective equipment. Same procedure. Okay. Personnel should use suitable personal protective equipment like the gloves, goggles, and respirators before going to the spill to avoid connection with the chemical and avoid inhalation of chemical smoke. അതായത് അറിയാലോ, അത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യുക, അതുമായി കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന ഡിബേറ്റ് ചെയ്യുക, ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. കോണ്ടാക്ട് അല്ലെ, ആ സ്കില്ലുമായി കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്യുക. അതുപോലെ തന്നെ പറയുന്ന കെമിക്കൽ സ്മോക്ക് അല്ലെ ചിലപ്പോൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന മാസ്ക് ആണെങ്കിലും ഷീൽഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ മസ്റ്റ് വെയർ. ഓക്കെ. ആൻഡ് തേർഡ്, സ്പീഡ് കൂടുതലാണോ? ആണോ? എനിക്ക് തോന്നുന്നില്ലല്ലോ. എല്ലാം സെയിം ആണ്, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം സെയിം അല്ലേ? വെറുതെ വായിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? മെർക്കുറി ആണെങ്കിലും ബ്ലഡ് ആണെങ്കിലും കെമിക്കൽസ് ആണെങ്കിലും എല്ലാം സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ വേസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. എനിക്ക് സ്പീഡ് കൂടുതലാണോ എന്ന് പറയാമോ? സ്പീഡ് ഉണ്ടോ? അത് ഇംഗ്ലീഷ് സെന്റൻസ് വായിക്കുന്ന സ്പീഡാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്പീഡ് കുറവാണ്. എനിക്ക് തോന്നി. കാരണം ഇതെല്ലാം സെയിം പ്രൊസീജിയേഴ്സ് ആണ്. ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സ്പില്ലേജ് വേസ്റ്റിന്റെയും സ്റ്റെപ്സ് എല്ലാവരും സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ഏകദേശം ഒരെണ്ണം പഠിച്ചാൽ മതിയാകും. എല്ലാവരും സെയിം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഇന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ജസ്റ്റ് ഇത് വായിച്ചു പോയാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് സെയിം പ്രൊസീജിയേഴ്സ്. സ്പീഡ് കൂട്ടണോ? ഇപ്പൊ അങ്ങനെയായോ? അത്ര നേരം സ്പീഡ് കിട്ടുന്നതായിട്ട് സ്പീഡ് കൂട്ടണോ? സ്പീഡ് കൂട്ടിയാൽ പറയും, സ്പീഡ് കൂടിയെന്ന് പറയും. തീരെ വരികട്ടോ. പെട്ടെന്ന് ഇങ്ങനെ വായിക്കുമ്പോ ചുമ വരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സൗണ്ട് കുറച്ചാണെങ്കിലും വായിക്കുന്നത് കേട്ടോ. ആ സെയിം പോയിന്റ്സ് ആണ്. എനിക്ക് വായിക്കുമ്പോ തന്നെ എനിക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയും സെയിം പോയിന്റ്സ് തന്നെയാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, അപ്പൊ മനസ്സിലാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പതുക്കെ ഇങ്ങോട്ട് പോവാണേ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇറ്റ്സ് ഓക്കെ ഭാഗമാണ്. അപ്പോ വേറെ ഒന്നുമില്ല, നമുക്ക് വായിക്കാം. അപ്പോ വേർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് സെയിം അല്ലെ? ദെൻ എന്താണ്? കണ്ടെയ്ൻ ദ സ്കിൽ. ആ സ്കില്ല് നമുക്ക് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാ യൂസ് ചെയ്യേണ്ടത്? അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. കൈൻഡ് ഓഫ് അബ്സോർബന്റ് പാഡ്സ്. ദെൻ അത് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അബ്സോർബന്റ് പാഡ്സ് ആണ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. പ്ലേസ് ദ മെറ്റീരിയൽ ഇൻ എ ലേബിൾഡ് സെയിം. അത് ഡേഞ്ചറസ് അല്ലെങ്കിൽ ബയോഹാസാർഡ്സ് എന്ന് പറയുന്ന ലേബിൾ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബാഗിലോ കണ്ടെയ്നേഴ്സിലോ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്ലീൻ അപ്പ് ദ സ്പിൽ. Use the suitable spill kits or stick to the manufacturer's directives for the exact use of absorbent materials to clean up the spill. Just wait a second. ഓക്കെ, എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക? അങ്ങനെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് പറയുന്ന. ക്ലീൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഡയറക്ഷൻസ് അല്ലെ, ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അത്രയേ ഉള്ളൂ. ഡിസ്പോസ് ഓഫ് വേസ്റ്റ്, ഡിസ്പോസ് ചെയ്യാം. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് ആർ കമ്മിങ് ഇൻടു കോൺടാക്ട് വിത്ത് ദ കെമിക്കൽ അല്ലെ, അതുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഈ പറയുന്ന
ബയോഹസാർഡ്സ് എന്ന് പറയുന്ന ലേബൽ ചെയ്തിരിക്കുന്ന വാക്സിനും കണ്ടെയ്നേഴ്സിനും ഡിസ്പോസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ദെൻ റിപ്പോർട്ട് ചെയ്യുക. സ്റ്റാഫ്സ് ആയിട്ടല്ല, കൺസേൺ സ്റ്റാഫായിട്ട് സ്റ്റാഫിനോട് അത് റിപ്പോർട്ട് ചെയ്യുക ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. 3 നമ്മളെ ഇപ്പോ മെർക്കുറി, ഷാപ്സോ, കെമിക്കൽ, ഇത് 3 സ്പില്ലേജ് വേസ്റ്റ് എടുത്തു. ആൻഡ് തേർഡ് വൺ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ കണ്ട് പേടിക്കണ്ട. മൈനർ ആണെങ്കിൽ എന്ത് ചെയ്യണം, മേജർ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതായത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഫസ്റ്റ് ചെക്ക് ചെയ്യാം, അത് മൈനർ ആണോ, ഇഫ് മൈനർ ഓർ ഇഫ് മേജർ. മൈനർ ആണെങ്കിൽ എന്താ ചെയ്യാം, സേഫ്റ്റി ഓഫീസേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, ദെൻ ഹൈ ഏരിയ ഐസൊലേറ്റ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യണ്ടേ, ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുക. ആസിഡോ ആൽക്കലിയോ യൂസ് ചെയ്തിട്ട് ആ സ്പില്ല് കണ്ടെയ്ൻ ചെയ്യുക. അബ്സോർബന്റ് പാഡ്സോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാം. ദെൻ ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. റൂൾസിനെ ബേസ് ചെയ്ത് പറയുന്ന വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, ഡിസ്കാർഡ് ചെയ്യാം. Then decontaminate and clean area. അത് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം അല്ലെ, അണുവിമുക്തമാക്കുക. Decontaminate means അണുവിമുക്തമാക്കുക, ക്ലീൻ ചെയ്യും. Then raise instant forms. ഈ പറയുന്ന എന്താണ് ഇൻസിഡന്റ് സംഭവം നടന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് just inside. ഓക്കെ, അപ്പോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മൈനർ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, മേജർ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം. മൈനർ ആണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എഡിറ്റ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, പറയുന്ന കൺസേൺ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യുക. റേസ് ഇൻസ്റ്റന്റ് ഫോംസ് മീൻസ് ആ സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക. ദാറ്റ്സ് ഓൾ. ദെൻ മേജർ ആണെങ്കിൽ എന്താ ചെയ്യുക, നോട്ടിഫൈ അതേഴ്സ് എല്ലാവരും മറ്റുള്ളവരെ അറിയിക്കുക. ദെൻ ആ ഏരിയ എവിക്ട് ചെയ്യുക. ദെൻ പ്രിവെന്റ് അതർ ഫ്രം എൻറ്ററിംഗ് ദ ഏരിയ. ആരും ആ ഏരിയയിലേക്ക് വരാതിരിക്കാൻ തടയുക. Then watch for fire or any flammable chemicals and manage properly. അതായത് എന്തെങ്കിലും തീയോ അല്ലെ ഫ്ലെയിം ചെയ്യാനോ അങ്ങനെ ചാൻസ് ഉള്ള എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് ഫീൽ ദ ഓപ്ഷൻ. അപ്പൊ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ, വായിച്ചോ? ഓക്കെ, ഇനി അടുത്തൊരു സ്പില്ലേജ് വേസ്റ്റിലേക്ക് പോവാണെങ്കിൽ അതും സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ പോട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അഥവാ ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ,
Radioactive spillage waste management. Steps are: radioactive spillage can be dangerous to human health and the environment. Steps to be taken for managing radioactive spillage waste. Steps എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് റേഡിയോആക്റ്റീവും പറയുന്ന ഹ്യൂമൻ ഹെൽത്തിന് ഡേഞ്ചറസ് ആണ്, അതുപോലെ എൻവയോൺമെന്റ് ഡേഞ്ചറസ് ആണ്. ഇനി അതർ സ്റ്റെപ്സ് ആണ് താഴെ പറയുന്നത് കേട്ടോ. Evacuate the area or evict the area. If the spill is notable, evacuate the area and call emergency services. Wear protective equipment. The person should use personal protective equipment such as gloves, goggles, and respirators before going to avoid connections with the radioactive materials and okay. To avoid connection with the radioactive materials and prevent contain the spill. Use absorbent materials like a sand or absorbent bags to contain the spill and to prevent it from spreading. Put the material in a labels. Put the materials in a labeled radioactive waste, black and discard at disposal. Okay. Clear? Then clean up the spill. എങ്ങനെ ക്ലീൻ ചെയ്യാം? ഒരു കാര്യം ചെയ്യുന്നുണ്ടോ, അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. വായിക്കാൻ പറ്റത്തില്ല, പഠിച്ച് ചുമ വരുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം എല്ലാവരും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഓക്കെ. ഹരിത, ഇപ്പൊ റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റിലെ 4th പോയിന്റ് ആണ്. അതാണെങ്കിൽ ക്ലീൻ അപ്പ് ദ സ്പിൽ മീൻസ് നമ്മള് സ്യൂട്ടബിൾ സ്പിൽ മീൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഏരിയ ക്ലീൻ ചെയ്യും. അതായത് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അത് ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ട് മാത്രം ആ മെറ്റീരിയൽ യൂസ് ചെയ്യാം, ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. Cautious not to spread the radioactive materials during cleanup. ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന വേസ്റ്റ് അല്ലെ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് സ്പ്രെഡ് ആക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം, കോൺഷ്യസ് ആയിരിക്കും. പിന്നെ വേസ്റ്റ് എല്ലാം ഡിസ്പോസ് ചെയ്യാം. എങ്ങനെ ഡിസ്പോസ് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് വന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതും ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് ഡിസ്പോസ് ചെയ്യുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യാം, കൺസേൺ സ്റ്റാഫിനെ അത് റിപ്പോർട്ട് ചെയ്യാം ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ.
സോ നമ്മൾ ഇന്ന് എടുത്ത ഈ 4 സ്പില്ലേജ് വേസ്റ്റും സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. നന്നായിട്ട് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലാക്കിയാലും ഈ 4 സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ നല്ല ഡിസ്റ്റർബൻസ് ആയോ? ഇടയ്ക്ക് ചുമ വരുന്നുണ്ട്. അത് നമ്മൾ കൂടുതലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പോർഷൻസ് വായിക്കുമ്പോഴാണ് അങ്ങനെ ചുമ വരാട്ടോ. അതുകൊണ്ടാണ്. സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ നമ്മൾ 4 സ്പില്ലേജ് വേസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. യാ, ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കാം. സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, നന്നായിട്ട് വായിക്കാം. അതിന് മോക്ക് ടെസ്റ്റ് വരുമ്പോൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കാം. ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, okay, wind up here, so thank you all. See you in the next class. Okay, bye.